Class picnic, page number 45. So we already discussed about this chapter, class picnic. In this chapter, the boy Bobby went to a picnic with his classmates. ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? ബോബിയുടെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ അല്ലേ, ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കൂടെ പഠിക്കുന്ന കുട്ടികൾ അല്ലേ, ഫ്രണ്ട്സ്. അവരുടെ കൂടെ എന്ത് ചെയ്യുന്നു? പിക്നിക്കിന് പോവുകയാണ്. അതിനുവേണ്ടി ബോബി എന്താ ചെയ്യുന്നത്? ഹി ഗോട്ട് അപ്പ് ഏർലി, നേരത്തെ എണീച്ചു അല്ലേ. ഏത് ദിവസമായിരുന്നു അന്ന്? ഇറ്റ് വാസ് സാറ്റർഡേ ആയിരുന്നു. ദെൻ ഹി ഗോട്ട് ഡ്രസ്ഡ് ഫോർ സ്കൂൾ ആൻഡ് ഹി വോർ യൂണിഫോം ആൻഡ് ഷൂസ്. അപ്പോൾ ബോബി എന്ത് ചെയ്തു? നേരത്തെ എണീച്ചു, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി യൂണിഫോമും ഷൂ ഒക്കെ ഇട്ടു അല്ലേ. ഹിസ് മദർ പാക്ക്ഡ് ഫോർ ഹിം യമ്മി ലഞ്ച്. ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അവൻ്റെ അമ്മ അവന് വേണ്ടി ഉണ്ടാക്കിയത് അല്ലേ. ബിക്കോസ് ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഡേ. കാരണം എന്തായിരുന്നു? അതൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. എന്നിട്ടോ എന്താണ് സ്പെഷ്യൽ ഡേ ആണെന്ന് പറയാൻ കാരണം? ബോബി ആൻഡ് ഹിസ് ക്ലാസ്മേറ്റ്സ് ഗോയിങ് ഫോർ എ പിക്നിക്. ബോബിയും അവൻ്റെ ക്ലാസ്മേറ്റ്സും കൂടെ എങ്ങോട്ട് പോവുക? പിക്നിക്കിന് പോവുകയാണ് അല്ലേ. എങ്ങനെയാണ് അവർ പോകുന്നത്? ദേ വാക്ക്ഡ് ടു സ്കൂൾ ബസ് ഇൻ എ ക്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലൈനായിട്ട് പോവുക അല്ലേ. അപ്പോൾ ബോബിയും അവൻ്റെ കൂട്ടുകാരും എങ്ങനെയാണ് പോയത്? ക്യൂ ആയിട്ട് ബസ്സിൽ കയറാൻ വേണ്ടി പോയി. ബോബി ആൻഡ് ഹിസ് ഫ്രണ്ട് സാറ്റ് സൈഡ് ബൈ സൈഡ് ഇൻ ദ ബസ്സിൽ അടുത്തടുത്താണല്ലേ ബോബിയും അവൻ്റെ ഫ്രണ്ട് ഇരുന്നത്. ദ സ്കൂൾ ബസ് ടു ദ റോസ് ഗാർഡൻ. എങ്ങോട്ടാണ് അവർ ടൂർ പോയത്? റോസ് ഗാർഡനിലേക്കാണ് പോയത്. അവരവിടെ എന്തൊക്കെ കണ്ടു? ദേ സോ പ്രറ്റി ഫ്ലവേഴ്സ് ആൻഡ് ഗാർഡനർ ആരാണ്? ഗാർഡനർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ പേഴ്സൺ ഹു ടേക്ക് കെയർ ഓഫ് ദി ഗാർഡനെ പരിപാലിക്കുന്ന ആളല്ലേ. ദെൻ പിന്നെന്തൊക്കെയാണ് കണ്ടത് അവരവിടെ? പിന്നെന്തൊക്കെയാണ് അവരിവിടെ ചെയ്തത്? ദേ സാറ്റ് അണ്ടർ എ ബിഗ് ട്രീ. ഒരു വലിയ ട്രീയുടെ താഴെ ഇരുന്നു അല്ലേ. എങ്ങനെയായിരുന്നത്? ദേ സാറ്റ് ഇൻ എ ഒരു സർക്കിളായിട്ടാണ് അവരിരുന്നത്. ദെൻ ദേ പ്ലേഡ് പാസിംഗ് ദ പാഴ്സൽ. ആ ഗെയിം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ആരുടെ കയ്യിലാണ് പാഴ്സൽ വന്ന് എത്തുന്നത്, പാട്ട് അവിടെ സ്റ്റോപ്പ് ആവുമ്പോൾ ആ ആൾ ഡാൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഒരു പാട്ട് പ്ലേ ചെയ്യും, എന്നിട്ട് പാഴ്സൽ എന്ത് ചെയ്യും? ബോളോ പാഴ്സലോ എന്തെങ്കിലും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. പാട്ട് എവിടെയാണോ നിൽക്കുന്നത്, അപ്പോൾ പാഴ്സൽ ആരുടെ കയ്യിലാണോ അവരെന്ത് ചെയ്യണം? കൂട്ടുകാർക്ക് വേണ്ടി ഡാൻസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ പാഴ്സൽ സ്റ്റോപ്ഡ് ഓൺ ബോബിയുടെ കയ്യിൽ പാഴ്സൽ എന്ത് ചെയ്തു? സ്റ്റോപ്പായി അല്ലേ. എന്നിട്ട് അപ്പോൾ ബോബി എന്താ ചെയ്തത്? ഹി ഹാഡ് ടു ഡാൻസ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. ബോബി അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഡാൻസ് ചെയ്തു. ദെൻ ഫ്രണ്ട്സ് ക്ലാപ്ഡ്. അവൻ്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്തു? അവൻ്റെ ഡാൻസ് കണ്ടിട്ട് ക്ലാപ്പ് ചെയ്തു അല്ലേ. ദെൻ പിന്നെ എന്താണ്? ദെൻ ദേ വെൻ ബാക്ക് ടു ഹോം. തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. എന്നിട്ടോ ഓൾ ഓഫ് ദം ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. അന്നത്തെ ദിവസം നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു അല്ലേ. അറ്റ് ഹോം ബോബി ടോൾഡ് ഹിസ് മദർ അബൌട്ട് ദ പിക്നിക്കിനെ പറ്റിയിട്ട്, അവിടെ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ബോബി എന്ത് ചെയ്തു? ബോബിയുടെ അമ്മയോട് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നോക്കൂ, അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റോറി. അത് നമ്മൾ ചെയ്തതാണ് ഇന്നലെ. വാട്ട് ഡേ ഓഫ് ദ വീക്ക് വാസ് ഇറ്റ്? ഏത് ദിവസമാണ് ബോബി പിക്നിക്കിന് പോയത്? ഇറ്റ് വാസ് സൺഡേ, ഇറ്റ് വാസ് മൺഡേ, ഇറ്റ് വാസ് സാറ്റർഡേ. കറക്റ്റ് ആൻസർ ഈസ് ഇറ്റ് വാസ് സാറ്റർഡേ. ദ സ്കൂൾ ബസ് ടുക്ക് ബോബി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ടു ദ ഡാഷ്. എവിടേക്കാണ് സ്കൂൾ ബസ് ബോബിയെയും ഫ്രണ്ട്സിനെയും കൊണ്ട് പോയത്? റോസ് ഗാർഡൻ, ക്ലാസ് റൂം, പ്ലേ ഫീൽഡ്. കറക്റ്റ് ആൻസർ ഈസ് റോസ് ഗാർഡനിലേക്കാണ് പോയത് അല്ലേ. ദെൻ തേർഡ് വൺ, ബോബി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് പ്ലേഡ് പാസിംഗ് ദ ഡാഷ് കളിച്ചു. എന്താണ് കളിച്ചത്? പാസിംഗ് ദ പാഴ്സൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. ഇനി ബാക്കി ആക്ടിവിറ്റീസ് നോക്കാം. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. അടുത്ത ആക്ടിവിറ്റി നോക്കാം. Put the sentences in the right order according to the chapter. You just read by writing the numbers in the box. താഴെ കുറച്ച് കഥയിലുണ്ടായ സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ബോബി ടൂറിന് പോയി, ബോബി റോസ് ഗാർഡനിലേക്കാണ് പോയത്,
ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഥയിലുണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. അത് ഡിസോർഡർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. എത്ര പോയിൻറ്റ്സ് ഉണ്ട്? 5 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 പോയിൻറ്റ്സിനെ നമ്മൾ ഓർഡർ ആക്കി എഴുതണം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ഏതാ വരുന്നത് വെച്ചാൽ അതിൻ്റെ നേരെ 1 എന്ന് എഴുതുക. സെക്കൻഡ് വരുന്ന സെൻറ്റൻസിനെ നേരെ ബോക്സിനകത്ത് 2 എന്ന് എഴുതുക. അങ്ങനെ 5 സെൻറ്റൻസ് ഓർഡർ ആക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കാം. ബോബി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ഫോർ എ പിക്നിക്. ബോബി ഗോട്ട് അപ്പ് ഏർലി. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആദ്യം വരിക? ആദ്യം പിക്നിക്കിന് പോയി എന്നാണോ പറയുക? ഗോട്ട് അപ്പ് ഏർലി എന്നാണ്, നേരത്തെ എണീച്ചു എന്നാണോ പറയുക? നോക്കാം. തേർഡ് വൺ, ബോബി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ടു ദി റോസ് ഗാർഡനിലേക്കാണ് ടൂർ പോയത്. അറ്റ് ഹോം ബോബി ടോൾഡ് ഹിസ് മദർ അബൌട്ട് ദി പിക്നിക്. ബോബി അവൻ്റെ അമ്മയോട് പിക്നിക്കിനെ പറ്റിയൊക്കെ പറഞ്ഞു. ബോബി ഗോട്ട് റെഡി ഫോർ ദി സ്കൂൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാ വേണ്ടത്? ബോബി ഗോട്ട് അപ്പ് ഏർലി. ബോബി നേരത്തെ എണീച്ചു. അപ്പോൾ ആ ബോക്സിന് നേരെ നിങ്ങൾ 1 എഴുതി കൊടുക്കുക. ഈ നെക്സ്റ്റ് പേജിൽ ഉള്ളത് നോക്കി നോക്കൂ. ലാസ്റ്റ് വൺ, ബോബി ഗോട്ട് റെഡി ഫോർ ദി സ്കൂൾ. ബോബി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ അതാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് അല്ലേ, നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യൂണിഫോമും ഷൂ ഒക്കെ ഇട്ടു എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ബോബി ഗോട്ട് റെഡി ഫോർ ദി സ്കൂൾ. അപ്പോൾ ബോബി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി എന്നുള്ളടത്ത് 2 എന്ന് എഴുതി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ബോബി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ഫോർ എ പിക്നിക്. നെക്സ്റ്റ് വൺ ഏതാണ് വരിക? തേർഡ് വൺ, ബോബി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ഫോർ എ പിക്നിക്. അവരൊരു പിക്നിക്കിന് പോയി എന്നുള്ളതാണ് വരേണ്ടത്. ദെൻ ഫോർത്ത് വൺ ആണ്, ബോബി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ടു ദ റോസ് ഗാർഡൻ. എങ്ങോട്ടാണ് അവർ പിക്നിക്കിന് പോയത്? ബോബി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ടു ദി റോസ് ഗാർഡനിലേക്കാണ് പോയത് എന്നുള്ളതാണ്. ദെൻ ഫിഫ്ത്ത് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ, അറ്റ് ഹോം ബോബി ടോൾഡ് ഹിസ് മദർ അബൌട്ട് ദി പിക്നിക്. ബോബി തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവൻ്റെ അമ്മയോട് പിക്നിക്കിനെ പറ്റിയൊക്കെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ 5 പോയിൻറ്റ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്തിട്ട് നമ്പർ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി ഗ്രാമർ സ്കോപ്പാണ്. നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അഡ്ജക്റ്റീവ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? നൗൺസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ടൈപ്സ് ഓഫ് നൗൺസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോപ്പർ നൗണും കോമൺ നൗണും പഠിച്ചു. അതുപോലെ ആക്ഷൻ വേർഡ്സിനെ എന്താ നമ്മൾ പറയുക? വേർബ് എന്നാണ് പറയുക നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അഡ്ജക്റ്റീവ്സിനെ പറ്റിയിട്ടാണ്. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഗീത നന്നായി ഡാൻസ് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ നന്നായി ഡാൻസ് ചെയ്യുന്ന കുട്ടി, അതാണ് എന്ത്? ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ച വേർഡ്. ഗീതയെ ഡിസ്ക്രൈബ് ചെയ്തത് എങ്ങനെയാണ്? നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ എലിഫൻറ്റ് ഈസ് ബിഗ്. എലിഫൻറ്റ് ഈസ് എ ഹ്യൂജ് അനിമൽ. അപ്പോൾ ഹ്യൂജ് അനിമൽ എന്നുള്ളതാണ് എലിഫൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വാക്ക്. പിന്നെ മിൽക്ക് ഈസ് വൈറ്റ്. മിൽക്ക് വൈറ്റ് ആണ്. വൈറ്റ് എന്നുള്ളതാണ് മിൽക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ്. സം വേർഡ്സ് ഡിസ്ക്രൈബ് നെയിമിംഗ് വേർഡ്സ് ഓർ നൗൺസ്. ദീസ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആർ കോൾഡ് അഡ്ജക്റ്റീവ്സ്. നോക്കൂ. സം വേർഡ്സ് ഡിസ്ക്രൈബിങ് നെയിമിംഗ് വേർഡ്സ് ഓർ നൗൺസ്. നൗൺസ് എന്താണെന്ന് നമ്മൾ പഠിച്ചത്? നെയിമിംഗ് വേർഡ്സ് ആണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ നെയിമിംഗ് വേർഡ്സ് എന്തൊക്കെയാണ്? എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞു. ബോയ്, ഗേൾ, അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ആൺകുട്ടിയെ പറ്റി പറയുകയാണേ, അവൻ വലുതാണ്, അവൻ ചെറുതാണ്, അവൻ തിന്നാണ്, അവൻ ഫാറ്റാണ് എന്നൊക്കെ പറയുക. അവനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് അഡ്ജക്റ്റീവ്സ്. നൗൺസിനെ, അതായത് നെയിമിംഗ് വേർഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ്സ്. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി നോക്കിക്കോളൂ. ഹോട്ട് കോഫി, ചൂടുള്ള കോഫിയാണ്. അപ്പോൾ കോഫീനെ ഡിസ്ക്രൈബ് ചെയ്തത് എങ്ങനെയാണ്? ചൂടുള്ളതാണെന്ന് പറഞ്ഞു. അതിൽ ഹോട്ട് എന്നുള്ളതാണ് എന്ത്? അഡ്ജക്റ്റീവ്സ്. അതിലെ നെയിമിംഗ് വേർഡ്സ് ഏതാണ്? നെയിമിംഗ് വേർഡ് എന്ന് പറയുന്നത് കോഫി ചൂടുള്ളതാണ്. അപ്പോൾ കോഫി ഡിസ്ക്രൈബ് ചെയ്തു ചൂടുള്ളതാണെന്നല്ലേ. ബിഗ് എലിഫൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എലിഫൻറ്റ് ബിഗ്ഗാണ്. എലിഫൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്തത് എങ്ങനെയാണ്? ബിഗ്ഗാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ബിഗ് എന്നുള്ളതാണ് എന്ത്? അഡ്ജക്റ്റീവ്.
Now choose and fill the blanks with correct adjectives. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് അഡ്ജക്റ്റീവ്സിന് എടുത്ത് എഴുതിയിട്ട് ബ്ലാങ്ക്സ് ഫിൽ ചെയ്യണം. A rabbit is dash. റാബിറ്റ് എങ്ങനെയാണ്? സ്മോൾ. The sky is dash. The sky is blue. The cows at the pond are dash. The cows at the pond are തേഴ്സ്റ്റി. കൗവ്, പശുക്കൾ എന്തിനു വേണ്ടിയിട്ടാണ് പോണ്ടിൽ ഇറങ്ങുന്നത്? തേഴ്സ്റ്റി, ദാഹം അല്ലേ? ദാഹം കൊണ്ടാണ് അവർ പോണ്ടിൽ ഇറങ്ങുന്നത്. തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ ദാഹം, നമ്മൾ മുൻപ് പഠിച്ചതാണല്ലേ. കേക്ക് ടേസ്റ്റ്സ് ബിറ്റർ സ്വീറ്റ്. സ്വീറ്റ്, കേക്കിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്? ബിറ്റർ, കയ്പ്പാണോ? അല്ല അല്ലേ, സ്വീറ്റ്. ദെൻ ഫയർ ഫീൽഡ്സ് ഡാഷ്. ഹോട്ട് ഓർ കോൾഡ്? ഫയർ ഫീൽഡ്സ് ആണ്. ഫയർ ഫീൽഡ്സ് ഹോട്ടാണോ? ഫയർ തീയെ ഹോട്ടാണോ ചൂടാണോ ഉണ്ടാവുക? ഹോട്ട്. ദ മെലൺ ഈസ് ഡാഷ്. മെലൺ എങ്ങനെയാണ്? സ്ക്വയർ ആണോ റൗണ്ട് ആണോ? ഇറ്റ് ഈസ് റൗണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ബ്ലാങ്ക്സിൽ എഴുതിയ വാക്കുകളെല്ലാം എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്, ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ നോക്കി നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ഹൂ ദേ ആർ. താഴെ കൊടുത്തിട്ടുണ്ട്, പിക്ചേഴ്സ് നോക്കിയിട്ട് ഇവരാരാണെന്ന് പറയണം. ഫസ്റ്റ് വൺ എന്താണ്? പോസ്റ്റ്മാൻ അല്ലേ, നമുക്ക് ലെറ്റേഴ്സൊക്കെ കൊണ്ടുവന്ന് തരുന്ന പോസ്റ്റ്മാൻ ആണ്. നെക്സ്റ്റ് വൺ ഫാർമർ, ഫാർമറാണ്. ദെൻ നെക്സ്റ്റ് വൺ ടീച്ചർ. ദെൻ നെക്സ്റ്റ് വൺ സോൾജർ ആണ് അല്ലേ, പട്ടാളക്കാരൻ, സോൾജർ ആണ്. ദെൻ ദ ലാസ്റ്റ് വൺ ആരാണ്? ക്രിക്കറ്റ് പ്ലെയർ ആണ് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കി നോക്കൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി, പേജ് നമ്പർ 49. മേക്ക് ന്യൂ വേർഡ്സ് ബൈ ആഡിങ് ഇ അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഗിവൺ വേർഡ്. താഴെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ലാസ്റ്റിലൊക്കെ എന്ത് ചെയ്യുക? ഈ ആഡ് ചെയ്ത് എഴുതുക. എന്നിട്ടോ റൈറ്റ് ദം ആൻഡ് ദെൻ സേ ദ ന്യൂ വേർഡ്സ് അലൗഡ്. താഴെ കൊടുത്തിട്ടുള്ള വേർഡ്സിൻ്റെ അറ്റത്തൊക്കെ, ഇപ്പോൾ കാറിനാണ്, കാറിൻ്റെ ആറ് കഴിഞ്ഞിട്ട് ഈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് കെയർന്നായി മാറും അല്ലേ. അപ്പോൾ അങ്ങനെ താഴെ കൊടുത്തതിൻ്റെയൊക്കെ അറ്റത്ത് ഈ എഴുതിയിട്ട് ന്യൂ വേർഡ്സ് മേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കി നോക്കൂ. ലുക്ക് അറ്റ് ദ ഇമേജസ് ആൻഡ് എൻസർക്കിൾ ദ കറക്റ്റ് വേർഡ്. നൗ സേ ദ കറക്റ്റ് വേർഡ്സ് അലൗഡ്. താഴെ കൊടുത്തിട്ടുണ്ട് ബെഡ്, ബാഡ്. അതിൽ ഏതാണ് കറക്റ്റ് വൺ? ആ പിക്ചർ നോക്കി നോക്കൂ. ബെഡാണ്, BED, ബെഡാണ്. അപ്പോൾ അതിനെ റൗണ്ട് ചെയ്യുക. ദെൻ ഒരു ബോയിനെ കാണുന്നുണ്ടല്ലേ അവിടെ. ബോയ് മഴ നനയുക. അപ്പോൾ വെറ്റ് എന്നാണോ പറയുക? വാട്ട് എന്നാണോ പറയുക? വെറ്റ് എന്നാണ് പറയുക. നനഞ്ഞിരിക്കുന്നതിന് എന്താ പറയുക? വെറ്റ്, നനവ് കേട്ടോ. അപ്പോൾ വെറ്റിനെ റൗണ്ട് ചെയ്യുക, WET, വെറ്റ്. ദെൻ നെക്സ്റ്റ് ഒന്ന് നോക്കൂ. ഹാറ്റ്, ഹെൻ. ഹാറ്റാണോ ഹെന്നാണോ? അത് ഹെന്നാണ് അല്ലേ. അപ്പോൾ ഹെന്നിനെ റൗണ്ട് ചെയ്യുക. ദെൻ റോഡ്, റെഡ്. ഏതാണത്? റെഡാണ്. അപ്പോൾ RED, റെഡിനെ റൗണ്ട് ചെയ്യുക. പാൻ, പെൻ. ഏതാണ്? പെന്നാണ് അല്ലേ. അപ്പോൾ PEN, പെന്നിനെ റൗണ്ട് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. പേജ് നമ്പർ 50 വരുന്ന ആക്ടിവിറ്റി ഒരു ഗെയിമാണ്. ഐ ക്യാൻ പ്ലേ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ താഴെ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫ്ലൈ, ബൈറ്റ്, സ്വിം, ബാർക്ക്, ലാഫ്, ഹോപ്പ്, റിഗിൾ, ഡാൻസ്, ഹണ്ട്, ട്രാക്ക്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഒരാൾ നിന്ന് പറയണം. ഐ ക്യാൻ, ഇപ്പോൾ ടീച്ചർ പറയുക ഐ ക്യാൻ ജമ്പ് എന്ന് പറയുമ്പോൾ പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ആക്ഷൻ അവിടെ കാണിക്കണം. ഐ ക്യാൻ ജമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളവിടെ ചാടണം. ഐ ക്യാൻ ലാഫ് എന്ന് പറയുമ്പോൾ നിങ്ങളവിടെ ചിരിക്കണം. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ആക്ഷൻ വേർഡ്സ് ഐ ക്യാൻ കൂട്ടിയിട്ട് ഒരാൾ പറയുക. അത് പറയുമ്പോൾ കൂടെ നിങ്ങൾ ചെയ്യുക. റോങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടാവും. അപ്പോൾ ടീച്ചർ ഐ ക്യാൻ ലാഫ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ചാടാണ് ചെയ്തെങ്കിൽ നിങ്ങൾ ഔട്ടാണ്. അപ്പോൾ ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കുക കേട്ടോ. Then the last activity of this chapter is ഷുഡും ഷുഡ് നോട്ടും ആണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ ടിക്ക് ചെയ്യുക, റോങ് ആയിട്ടുള്ളതിനെ ക്രോസ് ചെയ്യുക. യു ഷുഡ് ഫൈറ്റ് ഇൻ ക്ലാസ്. നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലാസ്സിൽ ഫൈറ്റ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലത്തെ കൂട്ടുകാരോടൊക്കെ ഫൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇസ് ഇറ്റ് കറക്റ്റ് ഓർ നോട്ട്? ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ആ ബോക്സിനകത്ത് ഒരു ക്രോസ് മാർക്ക് ഇട്ട് കൊടുക്കുക.
യു ഷുഡ് നോട്ട് ടോക്ക് ഇൻ ക്ലാസ് റൂമിനകത്ത് സംസാരിക്കാൻ പാടില്ല. അതെന്താണ്? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളിരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതൊരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ യു വാണ്ട് ടു പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദർ. യു ഷുഡ് നോട്ട് മേക്ക് ഫൺ ഓഫ് ദി ടീച്ചർ. ടീച്ചേഴ്സിനെ കളിയാക്കാൻ പാടുമോ? ഇല്ല അല്ലേ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെക്കാൾ മുതിർന്നവരെ കളിയാക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ യു ഷുഡ് നോട്ട് മേക്ക് ഫൺ ഓഫ് ദി ടീച്ചർ. ടീച്ചേഴ്സിനെ ഫണ്ണാക്കാൻ പറ്റുമോ? ഇല്ല. സോ യു വാണ്ട് ടു ടിക്ക് ദർ. എന്തുകൊണ്ടാണ് അവിടെ ടിക്ക് ഇട്ടത്? ഷുഡ് നോട്ട് മേക്ക് എന്നാണ് പറഞ്ഞത്, ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ യു വാണ്ട് ടു പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദർ. യു ഷുഡ് ത്രോ ടിഫിൻ അവേ. നമ്മൾ ടിഫിൻ, ഭക്ഷണം, ഫുഡ് കളയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷുഡ് ത്രോ, കളയണം. ശരിയാണോ? അല്ല, തെറ്റാണല്ലേ. നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ പുട്ട് എ ക്രോസ് മാർക്ക് ദർ. യു ഷുഡ് ച്യൂ യുവർ ഫുഡ്. ച്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചവച്ചരയ്ക്കുക അല്ലേ. അപ്പോൾ അത് ചെയ്യണം. ചവച്ചരച്ച് ഫുഡ് കഴിക്കണം, വേണ്ടേ? അപ്പോൾ അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ടിക്ക് ചെയ്യുക. യു ഷുഡ് സ്പീക്ക് പൊളൈറ്റ്ലി. നമ്മൾ പൊളൈറ്റ് വേർഡ്സ് യൂസ് ചെയ്യുക. എന്താ പൊളൈറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ? നല്ല എന്താ പറയുക, റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കുക. അതാണ് പൊളൈറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ. റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കണം അല്ലേ. റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കുക, മറ്റുള്ളവരോട് നല്ല ബഹുമാനത്തോടു കൂടി സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ അതിലും ടിക്ക് മാർക്ക് ഇടുക. ഓക്കേ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റി ന്യൂ വേർഡ്സ് മേക്ക് ചെയ്യാനുള്ളത് എൻഡിൽ ഈ ചേർത്ത് എഴുതാനുള്ളതാണിത്. അപ്പോൾ നോക്കൂ, കെയർ നായില്ലേ, കാർ എന്നുള്ളതിൽ ഈ ചേർത്ത്. അപ്പോൾ കെയർ നായില്ലേ. കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക അല്ലേ. ദെൻ ഫാർ എന്നുള്ളതിൻ്റെ കൂടെ ഈ ചേർത്തിയപ്പോൾ എന്തായി? ഫെയറായി. അപ്പോൾ ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? കൂലി. ഇപ്പോൾ ബസ്സിന് പൈസ കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ ചോദിക്കുക? ബസ് ഫെയർ എന്ന് പറയും അല്ലേ. ദെൻ പാൽ എന്നുള്ളതിൻ്റെ കൂടെ പെയിലായി. പെയിൽ എന്താണ്? അതിര് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ദെൻ മാഡ് എന്നുള്ളതിൻ്റെ കൂടെ ഈ ചേർത്തിയപ്പോൾ എന്തായി? മെയ്ഡായി. മെയ്ഡ് എന്താണ്? ഉണ്ടാക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ROB, റോബിൻ്റെ കൂടെ റോബ് തന്നെയാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഈ ചേർത്തപ്പോൾ എന്തായി? റോബ് എന്നാണ്. റോബ് എന്ന് പറഞ്ഞാൽ കുപ്പായം, മേലങ്കി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ദെൻ HID, ഹിഡിൻ്റെ കൂടെ ഈ ചേർത്തിയപ്പോൾ ഹൈഡായി. ഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിക്കുക.